എവിടെയോ കണ്ട് മറന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? ഛേ, മയില് എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കുന്നു. തിരുമേനി മറന്നു. പണ്ട് ഊക്കുകാരി ശാരദയുടെ വീട്ടിൽ നമ്മള്. ഹായ് സണ്ണി. അമ്പടാ കേമാ, നീ ആയിരുന്നോ ഇവിടെ വന്നത്? പണ്ട് ശാരദയെ ഊക്കി നീ അവിടെ നടുപിടിച്ചിട്ട് പോയതല്ലേ? നീ അറിഞ്ഞോ, ശാരദ ഇപ്പൊ കിടപ്പാ നടുപിടിഞ്ഞ്. അവിടെ സാമാനത്തിനകത്തൂടെ ടോർച്ചടിച്ചാ വായി കൂടെ വെളിച്ചം വരുന്നത്. പൊട്ടി പൊളിച്ച് കളഞ്ഞില്ലേ മോനെ നീ. നീ പോയതോടെ കളിക്കാൻ പോലെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലടോ. വല്ലപ്പോഴും ഓരോ വാണം. എൻ്റെ കൂട്ടുകാരനാ ഇവൻ. ഞാനും ഇവരും കൂടെ എത്ര കള്ളവടിക്ക് പോയിട്ടുണ്ടെന്ന് അറിയുമോ? ആളെ എത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. മുട്ടം പതിയാ ഇവൻ്റെ. നിനക്കറിയുമോ, ഞാൻ കാണുന്ന ഷക്കീലയുടെ പടത്തിന്റെ സീഡി മൊത്തം എവൻ്റെയാ. ഈ നിൽക്കുന്ന രാവണന്റെ. ലോകപ്രശസ്ത ബലാത്സംഗ വീരൻ ടി ജി രവി ഇവൻ്റെ ആശാനായിരുന്നു. പണ്ട് ഒന്നിച്ചിരുന്നൊരു വാണം പെടണമെന്ന് പറഞ്ഞാൽ എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അന്ന് ഞാൻ കണ്ടതാ ഇവൻ്റെ സാധനം. നമ്മളൊക്കെ 9 വാണം പെടുന്ന ശുക്ലം അവൻ്റെ ഒറ്റ വാണത്തിലുണ്ട്. മിടുക്കൻ, മിടുമിടുക്കൻ. തിരുമേനി, നല്ലൊരു സാധനം വന്ന് ചാട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ പോയേക്കാം. എത്ര നാളായിടോ നമ്മൾ പോയി ഒരു കള്ളവടി വെച്ചിട്ട്. തമ്പി, നിങ്ങൾ അത്താഴം ഇട്ട് ഇത് കിടന്നു. കളിച്ചിട്ട് തന്നെ കാര്യം. എന്താടോ, നമ്മ കണ്ടിയില്ലേ? എന്താ ഇവർക്ക് നമ്മളെയും കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോയാലേ? ഇന്നലത്തെ കളി അത്ര ശരിയായില്ലടോ. എന്താണെന്നറിയില്ല, ഒരു മൂടില്ലായിരുന്നു. അടിപൊളി സാധനമാണെന്ന് താൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഒരുമാതിരി. തിരുമേനിയുടെ സാധനത്തിന്റെ ആംബിയർ നഷ്ടപ്പെട്ടു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. എത്ര ശ്രമിച്ചിട്ടും അതൊന്നും അനങ്ങുന്ന പോലും ഇല്ലെന്ന്. എനിക്ക് ആംബിയറിലൊന്നും നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ വാണം വിട്ട് കളഞ്ഞത്ര നീ പെടുത്ത് കളഞ്ഞിട്ടില്ല. അത് ശരിയായിരിക്കാം, പക്ഷേ തിരുമേനിയുടെ ഇപ്പോഴത്തെ പ്രായം വെച്ച് നോക്കുമ്പോൾ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ സാധനത്തെ കുറ്റം പറയരുത്. അതെനിക്കിഷ്ടമല്ല. തിരുമേനി, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. നിങ്ങൾക്കറിയുമോ, അമേരിക്കയിൽ ഞാനൊരു വലിയ വേശ്യാലയം തന്നെ നടത്തുന്നുണ്ട്. 50ഓളം വരുന്ന പെൺകുട്ടികളോടെ പണിയെടുക്കുന്നുണ്ട്. തിരിച്ചു പോരുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കൊണ്ടുപോകാമെന്നാണ് കരുതിയത്. അതിനു മുമ്പ് വല്ല ഓപ്പറേഷനും ചെയ്ത് നിങ്ങളുടെ ആ സ്റ്റാമിന വീണ്ടെടുക്കാൻ നോക്ക്. നമുക്ക് തല്ലി തകർക്കണ്ടേ? അവിടെ വന്നാൽ നിങ്ങൾക്ക് നിക്കറിടാൻ പോലും സമയം കാണില്ല, അറിയുമോ? മോനെ നന്ദി. എനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി വേണ്ടത് ചെയ്യാം. ഈ ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞാൻ റെഡി.